എന്നാ കുഞ്ഞാലി മൂഡ് ഔട്ട് ആയിട്ടിരിക്കണേ? രാവിലെ ഒരു എവിടെയാണ്ടൊക്കെ പോണം എന്നൊക്കെ പറഞ്ഞിട്ട് പോവാത്ത? ഒരു മൂഡില്ലാടി. എന്നാൽ ഡെലിവറി ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ പഴയ ഡ്രസ്സ് ഒന്നും പാകമാവുന്നില്ല. പിന്നെ എന്നായിട്ടോണ്ടാ പോണത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുവേ. കുഞ്ഞാലിക്ക് ഇപ്പൊ പാകമായിട്ടുള്ള ഡ്രസ്സില്ലെന്നല്ലേ ഉള്ളു, അതൊക്കെ ശരിയാക്കി തരാം. നീ എന്നാ കാണിച്ചാൽ ശരിയാക്കാൻ പോണേ? അതൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം. എന്നാ കുഞ്ഞാലിക്ക് ഒരു ഗിഫ്റ്റും മേടിച്ചു തന്നില്ലല്ലോ. ഇതാ എന്റെ ഒരു ഗിഫ്റ്റ്. ഇതിനകത്ത് കൊള്ളാലോ. ഇത് തുറന്നു നോക്ക്. നിന്റെ ഗിഫ്റ്റ് ആണത്? അതെ. ഇതെന്നാ ഇതിനകത്ത് എന്നാ? അത് തുറന്നു നോക്ക്, നല്ല അറിയാൻ പറ്റൂ. മോംസിക് ഉണ്ട്. ഇത് കൊള്ളാലോ. ഞാനീ തുറന്നു നോക്കട്ടെ. ഓ, അപ്പൊ എനിക്ക് ഡ്രസ്സ് ഇല്ലാന്ന് പറഞ്ഞത് നിന്റെ വക ഡ്രസ്സ് എത്തിയില്ലോ. കൊള്ളാം കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? ആ കൊള്ളാം കൊള്ളാം. ഞാൻ ഇത് ഇട്ടിട്ട് വരാവേ. അപ്പൊ കിച്ചാമ്മയുടെ കയ്യിൽ നിന്ന് നമ്മളെല്ലാം ഇങ്ങനെ കണക്ക് പറഞ്ഞ് വാങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അവൾ ഇത്ര വേഗം എനിക്കിത് വാങ്ങിത്തരുന്നത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. എന്നാണേലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ടോപ്പാണ്. എന്നതാണേലും എനിക്ക് അളവെടുത്ത് തയ്ച്ച പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂടിയ വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്ക് അധികം ആക്സസറീസ് ഒന്നും ഇതിന് മാച്ചായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ കയ്യിലുള്ള വാച്ചും മാലയും കമ്മലും ഒക്കെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നല്ല പിങ്ക് സ്ട്രാപ്പുള്ള വാച്ചും അതുപോലെ പിങ്ക് സ്റ്റഡും ഇട്ടായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു എനിക്ക് തോന്നി. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. ഞാൻ മാലയുടെ അറ്റത്ത് ചെറിയൊരു ലോക്കറ്റ് ഞാൻ മാറി ഇട്ടിട്ടുണ്ട്, അതല്ലാതെ വേറെ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഈ ഡ്രസ്സുകളൊക്കെ ഇഷ്ടമായെങ്കിൽ ഞാൻ ജസ്റ്റ് ലിങ്ക് താഴെ കൊടുത്തേക്കാം. എല്ലാവരും ജസ്റ്റ് ഒന്ന് കയറി നോക്കണേ. അടിപൊളി കളക്ഷൻസാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ കിച്ചാമണി എനിക്ക് മേടിച്ചു തന്ന അടിപൊളി ഡ്രസ്സ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. ഇതുവരെ ഞാൻ മേടിച്ചത് വൺ ഓഫ് ദി ബെസ്റ്റ് ഡ്രസ്സാണ്. ആരത്? വൺ ഓഫ് ദി ബെസ്റ്റ് ഡ്രസ്സാണ്. അതുപോലെ തന്നെ നല്ലൊരു മെറ്റീരിയലാണ്, നല്ലൊരു വൈറ്റ് കളറുമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാറ്റേണിലൊക്കെ നമ്മൾ റെഡിമെയ്ഡ്സ് നമുക്ക് ഒരിക്കലും കിട്ടാറില്ല. ഇതിങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. ഇത് എനിക്ക് മാത്രമല്ല കേട്ടോ, കുഞ്ഞിന് ഇതുപോലെ തന്നെ ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ജെനി ബേബിക്ക് ഇതുപോലത്തെ തന്നെ ഒരു ഡ്രസ്സ് ട്വിന്നും ചെയ്തിടാൻ പാകത്തിന് എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നോട് ഒത്തിരി ഗർഭിണികളോ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവർ എന്നോട് ചോദിക്കാറുണ്ട്, ദിവ്യ ഒത്തിരി ഡ്രസ്സുകൾ വാങ്ങിയ ആളല്ലേ, ഏത് പേജാണ് ബെസ്റ്റ് എന്നൊക്കെ എന്നോട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. ഞാൻ വാങ്ങിയതെല്ലാം ബെസ്റ്റാണ്. എനിക്ക് പക്ഷേ ഇവരുടെ ഡ്രസ്സ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു ക്ലോത്ത് ആണെങ്കിലും നല്ലൊരു രസമുണ്ട് ഇടാനായിട്ട്, നല്ല സുഖമുണ്ട്. അതുപോലെ ഒരെണ്ണോടെ കിച്ചാമണി എനിക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് കേട്ടോ കിച്ചാവണി മേടിച്ചു തന്ന അടുത്തൊരു ഡ്രസ്സ് വന്നിട്ട്. എനിക്ക് ഈ ഡ്രസ്സ് കാണുമ്പോഴത്തേക്കും മറ്റേ പാട്ട് ദുൽഖർ സൽമാൻ്റെ ഒക്കെ ആ പാട്ടില്ലേ, അടുത്ത വീട്ടിലെ റോസാമ പെണ്ണേ കണ്ടാൽ നല്ലൊരു ഡിസ്കോ വന്നിരി പെണ്ണേ, ആ പാട്ടാട്ടോ ഓർമ്മ വരുന്നത്. വേറൊന്നുമല്ല, എനിക്ക് ഇടാൻ പാൻറ്റില്ല. അതുകൊണ്ട് കിച്ചാമണിയുടെ ബെൽ ബോട്ടം പാൻറ്റൊക്കെയാണ് ഇട്ടേക്കുന്നത്. എനിക്കറിയില്ല എത്രത്തോളം സ്യൂട്ടാവുന്നത്. എനിക്ക് ഇതിന് പെയർ ചെയ്യാൻ പറ്റിയ പാൻറ്റ് എൻ്റെ കയ്യിൽ ഇല്ലാണ്ട് പോയിട്ടോ. പക്ഷെ എന്നാലും ഒരു രസമൊക്കെ ഇല്ലേ കാണാനായിട്ട്. എങ്ങനെയുണ്ട് കിച്ചാമണി? സൂപ്പറാ. കിച്ചാമണിയുടെ വസ്ത്രസങ്കല്പമാണ് കേട്ടോ കിച്ചാമണി എനിക്ക് മേടിച്ചു തന്നത്. കുറച്ച് ലൂസായിട്ടുള്ള ടോപ്പ് നോക്കി അവൾ സെലക്ട് ചെയ്ത് തന്നതാണ്. കാരണം എനിക്കിങ്ങനെ എൻ്റെ സൈസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായതുകൊണ്ട് അവൾ അങ്ങനെ നോക്കി എടുത്തു തന്നതാണ്. എന്നാ പറ്റി നിനക്ക്? ഞാൻ ഒരു വീഡിയോ എടുക്കുമ്പോൾ നിനക്ക് ആ ഫ്രെയിമിൽ കയറി വരുന്ന 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാലി എനിക്ക് വന്നിട്ട് എനിക്ക് ഈടായിട്ട് എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ എന്നാണേലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല മെറ്റീരിയലാണ് കേട്ടോ. ഇടാൻ ഭയങ്കര സുഖമാണ്. നമ്മൾ ഈ ഒരു കവിതയൊക്കെ എഴുതാനുള്ളൊരു മൂഡ് തോന്നും കേട്ടോ. ഒരു സഞ്ചിയും കൂടെ ഈ തോളത്തിട്ടായിരുന്നെങ്കിൽ നല്ല